വൺ ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം സീരീസിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചോദ്യം എല്ലാവരും വൃത്തിയായിട്ട് എഴുതിയെടുത്തല്ലോ. ശരി, ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ എ, എഫ് ഓഫ് എക്സ് ഈക്വൽ 4x + 3/6x - 4 ഈ ഫംഗ്ഷൻ 1 ഫംഗ്ഷനാണ് എന്ന് കാണിക്കണം. നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ 1 ആകണമെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് സ്ഥാപിക്കാൻ കഴിയണം, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ 4x + 3/6x - 4 ഈ ഫംഗ്ഷൻ 1 ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. നമുക്ക് തുടങ്ങാം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്നാണ് വേണ്ടത്. എന്താ എഫ് ഓഫ് x1? എഫ് ഓഫ് x എന്താണ്? 4x + 3/6x - 4. അപ്പോൾ എഫ് ഓഫ് x1 എന്ത് വരും? എക്സിന് പകരം x1 എന്ന് കൊടുക്കുന്നു. 4x1 + 3/6x1 - 4, അല്ലേ? അപ്പോൾ വിച്ച് ഇംപ്ലൈസ് 4x1 + 3 / 6x1 - 4 ഈക്വൽ ടു 4x2. എഫ് ഓഫ് x2 ദാറ്റ് ഈസ് 4x2 + 3 whole divided by 6x2 - 4. ഇനി ഇതിനെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുക. അന്നേരം നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. നോക്കൂ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അന്നേരം എന്ത് വരും? 4x1 + 3 ഇൻറ്റു റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ന്യൂമറേറ്റർ ആയിട്ട് മാറും. 6x2 - 4 ഈക്വൽ ടു റൈറ്റ് സൈഡിലെ ന്യൂമറേറ്റർ 4x2 + 3 ഇൻറ്റു ലെഫ്റ്റ് സൈഡിലെ 6x1 - 4 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 6x1 - 4 എന്നാകും. ഓക്കെ, ബ്രാക്കറ്റുകളൊക്കെ അങ്ങ് റിമൂവ് ചെയ്യുക. അന്നേരം എന്ത് വരും? 4x1 × 6x2 ദാറ്റ് ഈസ് 24x1 x2. 4x1 × -4 that is -16x1. 3 × 6x2 that is 18x2. 3 × -4 -12 equal to 4x2 × 6x1 that is 24x1 x2. 4x2 × -4 -16x2. 3 × 6x1 that is 18x1 and 3 × -4 that is -12. എല്ലാ ബ്രാക്കറ്റും നമ്മൾ ഒഴിവാക്കി, അല്ലേ? ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒന്ന് വൃത്തിയായി കൃത്യമായിട്ട് നോക്കൂ നിങ്ങൾ. 24x1 x2 24x1 x2 രണ്ട് സൈഡിലുമുണ്ട്. ഒരേ ടേം ആണ്, അല്ലേ? ക്യാൻസൽ ചെയ്തു. പിന്നെ x1 ഉള്ള ടൈം ലെഫ്റ്റ് സൈഡിൽ ആരാ? -16x1 -16x1. റൈറ്റ് സൈഡിലോ 18x1. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ -18x1 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ x2 ഉള്ള ടേം -16x2 -16x2. ലെഫ്റ്റ് സൈഡിൽ x2 ഉള്ള ടേം 18x2. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -18x2. -12 രണ്ട് സൈഡൊന്നും ക്യാൻസൽ ചെയ്തു. Okay, what is -16x1 -18x1? That is nothing but -34x1 equal to -34x2. രണ്ട് സൈഡിലും -34 കോമണ. -34x1 × -34x2 എന്ന വരിക. -34 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഇവിടെ പൂർത്തിയാകുകയാണ്. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റി. അതുകൊണ്ട് അടുത്ത ലൈനിൽ നമുക്ക് എഴുതാം therefore f is 1 ഒരു പ്രയാസമില്ല. എക്സാമിന് ചോദിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ ഈ സിംപ്ലിഫിക്കേഷന് വലിയ മാർക്ക് എക്സാമിന് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പൊക്കെ എഴുതി നമുക്ക് കൃത്യമായിട്ട് ചെയ്താൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും. ഇനി ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവസാനം x1 = x2 എന്ന് എഴുതി എക്സാമിന് സ്കോർ കരസ്ഥമാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതിൽ ക്വസ്റ്റ്യൻ ബിയിലേക്ക് പോകാം. എഫ് കോമ്പോസിറ്റ് എഫ് ഐ ആണ് എന്ന് കാണിക്കാനാണ് ചോദ്യം. കോമ്പോസിഷൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? എന്താ എഫ് കോമ്പോസിറ്റ് എഫ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത്? എഫ് കോമ്പോസിറ്റ് എഫ് കാണാൻ ചെയ്യേണ്ടത് എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരുന്നു ഡെഫിനിഷൻ? എഫ് ഓഫ് എക്സ്,
അല്ലേ? എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആരാ എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് 4x + 3 ഡിവൈഡ് ബൈ 6x - 4 എന്ന്. നമുക്ക് വേണ്ടത് എഫ് ഓഫ് 4x + 3 ഡിവൈഡ് ബൈ 6x - 4 കാണുകയാണ് അല്ലേ? അതിനായിട്ട് നമ്മളൊരു കുഞ്ഞ് മാർജിൻ വരച്ചിട്ട് എന്ത് എഴുതണം? ആരാണ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതണം. ആരാ എഫ് ഓഫ് എക്സ്? 4x + 3 ഡിവൈഡ് ബൈ 6x - 4. ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് വൈ ആണെങ്കിൽ എക്സിന് പകരം വൈ കൊടുക്കും, ഇസഡ് ആണെങ്കിൽ എക്സിന് പകരം ഇസഡ് കൊടുക്കും. നമുക്ക് എന്താ വേണ്ടത്? എഫ് ഓഫ് 4x + 3 ബൈ 6x - 4 അല്ലേ? അപ്പൊ എക്സിന് പകരം കൊടുക്കേണ്ടത് എന്താ? 4x + 3 ഡിവൈഡ് ബൈ 6x - 4 എന്നല്ലേ കൊടുക്കേണ്ടത്? നമുക്കൊന്ന് കൊടുത്തു നോക്കാം. 4 ഇൻറ്റു ഇവിടെ നോക്കിയിട്ട് ഇവിടെ എഴുതാണ് വേണ്ട കേട്ടോ. 4 ഇൻറ്റു ആരാണ് എക്സിന് പകരം കൊടുക്കേണ്ടത്? പറ. 4x + 3 എക്സിന് പകരം 4x + 3 ഡിവൈഡ് ബൈ 6x - 4 then +3 ഹോൾ ഡിവൈഡ് ബൈ താഴെ ഡിനോമിനേറ്ററിൽ ആദ്യമുള്ളത് 6 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കുന്നു? 4x + 3 ഡിവൈഡ് ബൈ 6x - 4 4x + 3 ഡിവൈഡ് ബൈ 6x - 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, then -4 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 4x + 3 എന്ന് വരും ന്യൂമറേറ്റർ. 4 ഇൻറ്റു 4x + 3 then പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. 3 ഇൻറ്റു ഡിനോമിനേറ്റർ എന്താ? 6x - 4 ഹോൾ ഡിവൈഡ് ബൈ 6x - 4 എഴുതണ്ട, കാരണം ഡിനോമിനേറ്ററിലും ഇതുപോലെ 6x - 4 ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക? 6 ഇൻറ്റു 4x + 3 6 ഇൻറ്റു 4x + 3 മൈനസ് 4 ഇൻറ്റു 6x - 4. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററായിട്ട് 6x - 4 ഉണ്ടാവും. അത് ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് എഴുതാത്തതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കണം. ഇനി ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. അന്നേരം എന്താ കിട്ടുക? 16x + 12 then പ്ലസ് 18x - 12 അല്ലെ? ഹോൾ ഡിവൈഡ് ബൈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. 6 ഇൻറ്റു 4x 24x പ്ലസ് 18 then -24x -4 ഇൻറ്റു -4 പ്ലസ് 16. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 16x പ്ലസ് 18x എത്രയാ? 34x അല്ലേ? 12 - 12 ക്യാൻസൽ ചെയ്തു, ഡിവൈഡ് ബൈ 24x ക്യാൻസൽ ചെയ്തു. 18 പ്ലസ് 16 എത്രയാ? 34. What is 34x by 34? That is x. ഇപ്പൊ എഫ് കോമ്പോസിറ്റ് എഫിന്റെ ജോലി എന്താ? എക്സിനെ എന്താക്കി മാറ്റുകയാണ്? എക്സ് ആക്കി മാറ്റുക. എക്സിനെ എക്സ് ആക്കി മാറ്റുന്ന ഫംഗ്ഷന്റെ പേരെന്താ? ഐഡന്റിറ്റി ഫംഗ്ഷൻ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് കോമ്പോസിറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി ഫംഗ്ഷൻ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാവരും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം, നന്നായിട്ട് പഠിക്കണം. എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. സ്റ്റെപ്പുകളൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനോഹരമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സിയിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ സി? റൈറ്റ് ദി ഇൻവേഴ്സ് ഓഫ് എഫ് എന്നാണ് പറഞ്ഞത് അല്ലേ? എഫിന്റെ ഇൻവേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഫംഗ്ഷനെ എഫിനെ മറ്റൊരു ഫംഗ്ഷൻ ജിയുമായിട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടുന്നു. അത് തിരിച്ചും കിട്ടുന്നുവെങ്കിൽ ജി കോമ്പോസിറ്റ് എഫും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു ജി ആണെന്ന് പറയാം. അതേപോലെ ജി ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ആണ് എന്നും പറയാം. ഓക്കെ, ഇവിടെ ഇൻവേഴ്സ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യം വളരെ സിമ്പിളാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ എഫ് കോമ്പോസിറ്റ് എഫ് എന്താ കിട്ടിയിരിക്കുന്നത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ അല്ലേ? അതായത് അതിനെ തിരിച്ചും എഴുതാലോ, ഈക്വൽ എഫ് കോമ്പോസിറ്റ് എഫ് എന്ന് എഴുതാലോ. അപ്പൊ ഈ ജിക്ക് പകരം ഇവിടെ എഫ് മനസ്സിലാക്കിയാൽ പോരെ. എഫ് കോമ്പോസിറ്റ് ജി ഈക്വൽ ടു ഐ ആകുമ്പോൾ ജി കോമ്പോസിറ്റ് എഫും ഐ തന്നെയാണെങ്കിൽ എഫിന്റെ ഇൻവേഴ്സ് ജി ആണല്ലോ. അപ്പൊ ഇവിടെ എഫിന്റെ ഇൻവേഴ്സ് എന്താ വരിക? എഫ് തന്നെ വരും. എഫിന്റെ ഇൻവേഴ്സ് എഫ് തന്നെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ സി ഞാൻ എഴുതുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഹിയർ നമുക്ക് ഇങ്ങനെ എഴുതാം.
ഹിയർ എഫ് കോമ്പോസിറ്റ് എഫ് ഈക്വൽ ടു ഐഡന്റിറ്റി ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷനെ അതുകൊണ്ട് തന്നെ കമ്പോസ് ചെയ്തപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടി. അതുകൊണ്ട് എഫിന്റെ ഇൻവേഴ്സ് ആരാണ് എന്ന് പറയാം? എഫ് ആണ് എന്ന് പറയാം. എഫിന്റെ ഇൻവേഴ്സും എഫ് തന്നെയാണ്. ഓക്കെ, ഈ റിസൾട്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എഫ് ഇൻവേഴ്സ് എഫ് ആണ് എന്ന് നമുക്ക് കിട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡി. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റൈറ്റ് ദി റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ റേഞ്ച് എഴുതുക. റേഞ്ച് എഴുതാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? y ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തെഴുതും. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആണ് അല്ലേ? എഫ് ശ്രദ്ധിക്കണേ, എഫ് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യുക? ബിയിൽ നിന്ന് എയിലേക്കാണ് ഡിഫൈൻ ചെയ്യുക. അതുകൊണ്ട് എഫിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആണ്. എഫിന്റെ റേഞ്ച് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫിന്റെ റേഞ്ച് എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈനാ അല്ലേ? അപ്പൊ എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്താ? എഫ് ഇൻവേഴ്സ് ആരാ? എഫ് തന്നെ. അപ്പൊ എഫിന്റെ ഡൊമൈൻ ആണ് എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈനും അല്ലെ? എഫിന്റെ ഡൊമൈൻ എന്താ? r-2/3 അല്ലേ? അതുകൊണ്ട് റേഞ്ച് ഓഫ് എഫ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു r-2/3 ആണ് ഈ ഫംഗ്ഷന്റെ റേഞ്ച്, എഫിന്റെ റേഞ്ച്, അതായത് എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ചോദ്യം സ്വന്തമായിട്ട് ചെയ്യാനെന്ന് ശ്രമിച്ചു നോക്കൂ. നേരത്തെ ചെയ്ത അതേ ചോദ്യം എഫ് ഓഫ് എക്സ് 4x/3x+4 1 ആണെന്ന് കാണിക്കുക. അതെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ നമ്മൾ ചെയ്തല്ലോ. അടുത്ത ചോദ്യം എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നാ. ആദ്യത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ബി, ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അതിന്റെ ആൻസർ എങ്ങനെ എഴുതുക? എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദാ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് കൊടുക്കുക? y എന്ന് കൊടുക്കുക. 4x/3x+4 ഞാൻ y എന്ന് കൊടുത്തു. എന്നിട്ട് എക്സ് വൈയുടെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുക. ഓൺ ടു ആണെന്ന് കാണിക്കുന്ന അതേ സ്റ്റെപ്പ്. ഓക്കെ, 3xy + 4y = 4x എന്ന് വരും. എക്സ് ആണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് എക്സ് ഉള്ള ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. 3xy - 4x = -4y. ഓക്കെ, എക്സിനെ പുറത്തെടുക്കുക. 3y - 4 = -4y. Then what is x? X is equal to -4y divided by 3y - 4 എന്ന് കിട്ടും. ഇതാണ് എക്സ്. അപ്പൊ എഫ് ഇൻവേഴ്സ് എക്സ് ആരാ? എഫ് ഇൻവേഴ്സ് എക്സ് നേരെ തിരിച്ചാണ് ഡിഫൈൻ ചെയ്യുക. r-4/3 നിന്ന് r-4/3 ഡിഫൈൻ ചെയ്യുക. അതിന്റെ ഡെഫിനിഷൻ എന്താ വരിക? -4x/3y - 4 3x - 4 എന്ന് പറയാം. അല്ലെങ്കിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4x ഡിവൈഡ് ബൈ 4 - 3x എന്ന് പറയാം. ഓക്കെ, അപ്പൊ എഫ് ഇൻവേഴ്സ് എക്സ് നമുക്ക് കിട്ടി. ഇതാണ് എഫ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സി എന്താ? റൈറ്റ് എ ഫംഗ്ഷൻ ജി സച്ച് ദാറ്റ് ജി കോമ്പോസിറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഐ ഈക്വൽ എഫ് കോമ്പോസിറ്റ് ജി. ആരാണ് ആ ഫംഗ്ഷൻ? നമ്മൾ തൊട്ട് മുകളിൽ കണ്ടല്ലോ. ആരാ ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷനും മറ്റൊരു ഫംഗ്ഷനും കമ്പോസ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ അവ പരസ്പരം ഇൻവേഴ്സ് ആകണമെന്നല്ലേ നമ്മൾ പഠിച്ചത്? അപ്പൊ ജി ആരായിരിക്കും? ജി ഈക്വൽ ടു ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ സി നമുക്ക് ഇങ്ങനെ എഴുതാം. ജി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ആയിരിക്കും എന്ന് എഴുതാം. വളരെ സിമ്പിൾ ആണ് കേട്ടോ, നന്നായിട്ട് മനസ്സിലാക്കണേ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്ഥാപിക്കാം? ഇവിടെ എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ആണ് എന്ന് ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇതിന്റെ എഫും എഫ് ഇൻവേഴ്സും കമ്പോസ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടുന്നു എന്ന് സ്വയം ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ. ഗുഡ്. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? വളരെ കൃത്യമായിട്ട് ഈ ചോദ്യം മനസ്സിലാക്കുക. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇന്ന് രാത്രി 8 മണിക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ ഒരു ചോദ്യം ചെയ്യാം. ഓക്കെ, താങ്ക് യു.